ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും അടുക്കളയിലത്തെ ചോറും കറിയും വെക്കുന്നതും അതൊക്കെയാണ് എന്നും വീഡിയോ ഒക്കെ ഇടാറ്. അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക, എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കടലക്കറിയും ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ കറിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ മുന്നൊക്കെ ഇതിന് വീഡിയോ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ദോശയും കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ മുറ്റടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ സയ്യാനക്ക് കൊടുത്ത് ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനും ഇട്ട് കഴിക്കുന്നത്. അവനിന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ദോശയും കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കഞ്ഞിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കടിയൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടത്. ആകെ കട്ടയും കല്ലും ഒക്കെ ആയിട്ടൊക്കെ എടുക്കണമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമുക്ക് മുറ്റം തീരെ ഒപ്പായിട്ടല്ല കേട്ടോ. പറമ്പായാലും അതെ കയറി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ നടന്ന് പോകാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എപ്പോഴും തട്ടി തടഞ്ഞുകൊണ്ടൊക്കെയാണ്. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് മുറ്റത്തെ മണ്ണൊക്കെ ഫുള്ള് ഒലിച്ച് പോയി എടുക്കണം കേട്ടോ. അപ്പോൾ പൈപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ സയ്യാൻ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇന്നത്തെ സ്കൂളും മദ്രസയൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് നല്ല പനിയായിരുന്നു കേട്ടോ. രാവിലെ മദ്രസയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു നോക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞയച്ചില്ല. അപ്പം ഉമ്മ അവിടെ കിണറിൻ്റെ അവിടെ കടിച്ച് തീയിടണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചാൻസ് ആണല്ലോ, അപ്പോൾ ആളും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ മണ്ണ് ഒക്കെ കൊടുന്നിടാനും സുഖമാണ്. അപ്പോൾ ഉമ്മ അവിടെ ഉള്ള ധൈര്യത്തിൽ നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് മുയലൂട്ടികൾക്കൊന്നും തിന്നാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ അവർക്ക് ഞാൻ ക്യാരറ്റും പയറൊക്കെ കൊടുന്നിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവരത് ഒരു മിനിറ്റ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അവരത് കഴിച്ച് തീർക്കും. അവർക്ക് എത്ര കൊടുത്താലും അവരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അവർ നിർത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 നേരമാക്കിയിട്ടാണ് കൊടുക്കാറ്. ഇനി നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മണ്ണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പൊക്കെ ആകെ ഉറപ്പായിട്ട് മണ്ണൊന്നും കൊത്തിയാൽ തന്നെ കിട്ടാണ്ടാണ് കേട്ടോ. അപ്പോൾ കിണറിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇളകി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് കൊടുന്നിടുമ്പോൾ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വെച്ചിട്ടൊക്കെ കൊത്തി ഇളക്കി. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ നായ്ക്കൾ മോട്ടറിൻ്റെ വയറൊക്കെ കടിച്ചിട്ട് ആകെ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്നേ മോട്ടർ അടിച്ചപ്പോൾ മോട്ടർ ഓടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കയറ്റി വെച്ച് എന്നിട്ടാണ് പിന്നെ മണ്ണൊക്കെ എടുക്കാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഡിസംബർ 4-ാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ നിറഞ്ഞ ഒരു 13 വർഷം അങ്ങോട്ട് കടന്നു പോയി. പിണക്കങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ പിണങ്ങാറൊന്നുമില്ല. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലൊക്കെ അതൊന്നും നമ്മുടെ ജീവിതത്തിന് അങ്ങോട്ട് ബാധിക്കാറില്ല കേട്ടോ. നമ്മുടെ സന്തോഷങ്ങളെ ബാധിക്കാറില്ല. ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരായിട്ട് ആരും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ നമ്മുടെ സന്തോഷത്തിനത് ബാധിപ്പിക്കാറില്ല. അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ജീവിതം അപ്പുറത്തേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, നമുക്ക് സന്തോഷിക്കാനും പറ്റില്ല. അപ്പോൾ അതവിടെ അങ്ങനെ നടന്നു പോട്ടെ, നമ്മളിവിടെ സന്തോഷിക്കുക. മരണം വരെ അങ്ങനെ സന്തോഷമായിട്ട് തന്നെ പോട്ടെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അള്ളാഹു തീരുമാനിച്ച പോലെ അതൊക്കെ അങ്ങനെ നടന്നു പോകും. ഞാൻ ഇക്കാക്ക് അങ്ങനെ സർപ്രൈസൊന്നും കൊടുക്കാറില്ല കേട്ടോ. എപ്പോഴും ഇക്കാണ് തരാറ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരാറുണ്ട്, ഡ്രസ്സായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരാറുണ്ട്. ബർത്ത്ഡേ ആയാലും അതെ. ഞങ്ങളങ്ങനെ ബർത്ത്ഡേക്ക് ആയിട്ടൊന്നും ആരും അങ്ങനെ വിഷ് ചെയ്യാറില്ല കേട്ടോ. ഇക്കായും വിളിക്കും, ഞാൻ ഇക്കാക്കും വിളിക്കും. ഇക്കയുടെ ബർത്ത്ഡേക്ക് ഞാനും രാവിലെ അങ്ങോട്ട് വിളിക്കും. ഇക്കായാലും എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാ കൊല്ലം ഞാൻ വിചാരിക്കട്ടെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ബർത്ത്ഡേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോവാറില്ലല്ലോ എന്ന് വെച്ചാൽ പോവുകയാണെങ്കിൽ തന്നെ ഒരുമിച്ച് പോവുക. നമ്മൾ സർപ്രൈസൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോയിട്ട് വാങ്ങിച്ച് അതിൽ കാര്യമില്ലല്ലോ, അത് സർപ്രൈസ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലാസ്സിന് പുറത്ത് എന്തായാലും ഞാൻ പോകണ്ടല്ലോ, അപ്പോൾ എന്തായാലും പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ടൊക്കെ വരാം പറയാതൊക്കെ ആയിട്ട് എന്ന് വെച്ചിട്ട് ഇരുന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, ഒക്കെ കയ്യിൽ നിന്ന് പോയി. ഇക്ക എന്തായാലും ഓർത്ത് വെക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറയൊന്നുമില്ല, അന്ന് വിളിച്ചിട്ടാ നമ്മുടെ അടുത്ത് പറയുള്ളൂ. അപ്പോൾ ഇക്കാക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഇക്ക അങ്ങോട്ട് പറയണതിന് മുന്നേ ഇക്ക അങ്ങോട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ തലേ ദിവസം മക്കൾ എല്ലാം കൊളാക്കി കഴിഞ്ഞു. ഇക്കാടെ പെങ്ങന്മാർക്ക് ആർക്കും ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവർ ഇക്കാക്ക് വിളിച്ച് പറഞ്ഞെടുക്കുകയാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ ഇവർ മൊത്തം കൊളാക്കി കഴിഞ്ഞെടുക്കണം. എന്നാലും കുഴപ്പമില്ല, സർപ്രൈസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിന് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇക്ക വന്നിട്ടാണ് എടുക്കുള്ളൂ. ഇപ്പോൾ കാര്യമായിട്ടൊന്നും ആക്കണമൊന്നുമില്ല, എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നുള്ളതൊക്കെ ഇക്ക വന്നിട്ട് എന്തെങ്കിലും, ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, കേക്കൊന്നും മുറിച്ചിട്ട് അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ കേക്കൊന്നും മുറിക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മുറിക്കുന്നു മാത്രം. പിന്നെ എന്തെങ്കിലും ഫുഡ് അങ്ങനത്തെ ഒക്കെ എന്തായാലും ഉണ്ടാക്കാറുണ്ടോന്നില്ല, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് ആക്കും, പായസം വയ്ക്കും. കേക്ക് അങ്ങനെ മുറിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുറ്റം പണിയൊക്കെ അവിടെ സൈഡിൽ നടക്കണുണ്ട്. ഞാനിതാ ഒരു ബക്കറ്റ് മണ്ണ് കൊടുന്നിട്ടിട്ടാ, കണ്ടില്ല മുറ്റം ഈ ഒരു സൈഡ് അരുന്നൊക്കെ മണ്ണങ്ങനെ ഒലിച്ച് പോയിട്ട് അങ്ങനെ മൊത്തം കല്ലൊക്കെ പുറത്ത് കാണുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സാധനങ്ങൾ, ആ കട്ട പോലത്തെ അല്ലേ, അതൊക്കെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ. അതൊക്കെ ഇവിടെ മുന്നേ ഇട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് അതിന്മേൽ മണ്ണ് കൊടുന്നിട്ടാൽ കുറച്ചങ്ങനെ കിടന്ന് ഉറക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മതവിടെ തീയിട്ടിട്ട് തെങ്ങിനടക്കെ. അപ്പോൾ സയാന് തെങ്ങ് കത്തണ് കണ്ട് കിടന്ന് അലറുകയാണ് കേട്ടോ. പിന്നെ ഇതാ മണ്ണൊക്കെ കൊടുന്ന് സെറ്റാക്കിയിട്ടതിന് ശേഷം വാഷിംഗ് മെഷീനിലത്തെ പൈപ്പ് ഇങ്ങനെ പുറത്തേക്കാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിന് കൂടെ കുറച്ച് പൈപ്പും കൂടി ജോയിൻ്റ് ചെയ്താൽ വെള്ളം അങ്ങോട്ട് ഒന്നുകൂടി അങ്ങോട്ട് വിട്ട് പോയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ വയ്യാണ്ടായപ്പോൾ പിന്നെ നിർത്തിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഞാനിത് ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.